കുട്ടിനെ പറ്റി ഇനിയൊന്നും പറയാൻ പറ്റൂല. അല്ല ഇനി സ്ഥലം ഒന്നും പറയാൻ പറ്റൂല. ഒരു ഇന്റർവ്യൂ കാരണം ചെക്കന് കുട്ടീനെ കിട്ടിക്കണം. ഇന്നലെ 12:25 വരെ ഉള്ളൂ കമ്മിറ്റഡ്. ഇപ്പൊ സിംഗിളാ. എനിക്ക് എങ്ങനെ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ പണ്ടങ്ങനെ വലിയ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. എനിക്ക് വാവേനെ ഭയങ്കര ഇഷ്ടമാണ്. വാവേനെ കാണുമ്പോ എനിക്ക് സത്യമായിട്ട് എന്റെ അനിയനെ പോലെ എനിക്ക് തോന്നണേ. എനിക്ക് എന്റെ വല്യമാനി ഇല്ല അയ്യനെ കൊറേ നോക്കിക്കണേ തിരിച്ചു വരുന്നത്. കണ്ണും കണ്ണും ഇത് വാണിച്ചിട്ട് അടിയാ. ഇത് ഞാൻ സീരിയസ് ആയിട്ട് വരച്ചാ. ഞാനും വരച്ചത്. അന്നതാ മറ്റേ ഞാറ് തട്ട പോലത്തെ മുടി, മറ്റേ എന്തൊരു ആനയുടെ പോലത്തെ ചെവി. മോഡേൺ ഗേൾ ഓർ വില്ലേജ് ഗേൾ? മോഡേൺ ഗേൾ. കലേ മോഡേൺ ഗേൾ. സ്വാലിഹത്തായ കുട്ടിയാണ്. പക്ഷെ എന്താ വില്ലേജിൽ മാത്രമുള്ളൂ സ്വാലിഹത്തായ കുട്ടി ഉണ്ടാവാ? അല്ല, സിറ്റിയിലും ഉണ്ടാവും. പ്രേമം വൈബല്ല. ഇല്ല 1ാം ക്ലാസ്സിലെ. 1ാം ക്ലാസ്. അപ്പൊ എത്രാം ക്ലാസ്സിൽ ശരിക്കും പരിപാടി തുടങ്ങിയേ? ഇഷ്ടം തോന്നാ ഇഷ്ടം തോന്നല്ലോ, ലവ് ആവുമല്ലോ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. എന്താ പറയണ്ടേന്ന് അറിയില്ല, എങ്ങനെയാ പറയണ്ടേന്ന് അറിയില്ല. പക്ഷെ എന്തായാലും പറഞ്ഞാലല്ലേ പറ്റുള്ളൂ, തുടങ്ങിയാലല്ലേ പറ്റുള്ളൂ. എന്ത് പറഞ്ഞ് തുടങ്ങണം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച് തുടങ്ങാൻ പോവാണ്. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് ചക്കമ്പക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ചക്കമ്പക്കത്തിൽ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം സൂപ്പർ വാവ. അപ്പൊ ഇത് നമ്മുടെ സെക്കൻഡ് ഇന്റർവ്യൂ ആണ്. അപ്പൊ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് 2 എടുക്കോ. അപ്പൊ അതുകൊണ്ടാണ് സൂപ്പർ വാവയായിട്ടുള്ള പാർട്ട് 2 എടുക്കുന്നത്. അപ്പൊ എന്റെ ഷോ ചക്കമ്പക്കത്തിൽ ആദ്യമായിട്ടാണ് പാർട്ട് 2 ഒരാൾ വരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് അല്ലേ നമ്മൾ ചെയ്തത്? ഒരു മാസം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഇത്രയും റീച്ച് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല എത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അല്ല അപ്പം എനിക്ക് തോന്നുന്നു തുടങ്ങുന്ന സമയത്ത് അങ്ങനെ എത്രയായിരുന്നു ഫോളോവേഴ്സ്? എത്രയായിരുന്നു? അതിനാ കറക്റ്റ് നോക്കിയിട്ടില്ലല്ലോ. എന്നാലും 100K ആയിരുന്നില്ലേ? ഇപ്പൊ എത്രയുണ്ട്? ഇപ്പൊ 300K. എല്ലാം എന്റെ ഐശ്വര്യം. അതെ. അല്ല എനിക്ക് എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങളുടെ ഒരു വൈബ് ഏകദേശം മാച്ചായി പോകുന്നോണ്ടാണ് ലൈക്ക് ആ ഇന്റർവ്യൂ കുറച്ച് അത്യാവശ്യം റീച്ച് ആയത് എന്ന് പറഞ്ഞു. എന്നിട്ട് ബാംഗ്ലൂർ പോയിട്ട് എങ്ങനെയുണ്ട്? നല്ലതാണ്, അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ലീവിനൊന്നാ. സ്വാലിഹത്തായ കുട്ടീനെ കിട്ടിയാ? ഇല്ല എന്താ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയില്ല. എന്താ എവിടെ നിന്ന് കിട്ടിയേ? നാട്ടിൽ നിന്ന് കിട്ടി. ഗൈസ് ഒരു ഇന്റർവ്യൂ കാരണം ചെക്കന് കുട്ടീനെ കിട്ടിക്കാണ്. പറയ്, കുട്ടീനെ എവിടെന്നാ കിട്ടിയേ? കുട്ടിനെ പറ്റി ഇനിയൊന്നും പറയാൻ പറ്റൂല. അല്ല സ്ഥലം ഒന്നും പറയാൻ പറ്റൂല. അത് കഴിഞ്ഞു. തൃശ്ശൂരല്ലേ? അല്ല ഇന്നലെ 12:25 വരെ ഉള്ളൂ കമ്മിറ്റഡ്. ഇപ്പൊ സിംഗിളാ. ഞാനല്ല ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് ആരെങ്കിലും അത് എന്ത് സംഭവം? ഞാനല്ല, പഠിച്ചവനാണ്. ഞാനല്ല. അത് വേറെ സൂപ്പർ മാമിനെ തേച്ചൊരു കുട്ടി. പക്ഷെ എനിക്ക് തേച്ചു എന്ന് പറയാൻ എനിക്ക് അത്ര ഇത് വരുന്നില്ല. കാരണം തേച്ചതല്ല, ഓളെ സിറ്റുവേഷൻ കൊണ്ടാണ്. എത്ര നാളുണ്ടായിരുന്നു? ഒരാഴ്ച? ഇല്ലല്ല, ഒരു മാസം ഈ 21-ാം തീയതി ആവും. ഒരു മാസം ആയില്ല. ഞാനല്ല തേച്ച്. ഓള് തേച്ചു എന്ന് ഞാൻ പറയൂല. കാരണം എന്താ വെച്ചാല് ഓൾക്ക് കൊറേ ഇഷ്യൂ ഉണ്ട് മുന്നത്തെ ചോദിച്ചാ. ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. നമ്മള് ഓളെ പറ്റി പറയുമ്പോ സങ്കടമാവുന്നുണ്ടോ? സങ്കടമൊന്നുമില്ല. എന്തിനാ സങ്കടം? ഒന്ന് പോയ ചിഞ്ചു പോയാൽ മഞ്ജു പോയാൽ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് സെറ്റ് ആയതാണോ? സ്വാലിഹത്തായ കുട്ടിയാ? സ്വാലിഹത്തായ കുട്ടിയാ. ആ കുട്ടി എന്താ വിറക്കണേ? പേടിയാവുന്നു? ഞാൻ പറയില്ല, എനിക്ക് ഓൾറെഡി വേറെ ഉണ്ട്. ഓക്കെ, എങ്ങനെയാ കുട്ടി? കുട്ടി എങ്ങനെ? നല്ല രസമൊക്കെ ഉണ്ട്, കാണാൻ ചൊറുക്കുണ്ട്. നേരിട്ട് കണ്ടിട്ടുണ്ടോ?
ഞാന് ഇഷ്ടായതിനു ശേഷം കണ്ട്. എനിക്ക് ബാംഗ്ലൂരായിരുന്നില്ലേ? ബാംഗ്ലൂരിന്ന് ഞാൻ കാണാൻ വന്ന, അല്ല ലീവിന് വന്ന. ആ ലീവിന് വന്ന. അപ്പൊ ഹോസ്പിറ്റലിലായിരുന്നു. ആ അപ്പൊ ഞാന് പിറ്റേ തലേദിവസം മെസ്സേജ് ഒന്നും അയച്ചിരുന്നില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ പോയോണ്ട് ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എന്തോ ചെറിയ സീനാ. അപ്പൊ എന്തൊക്കെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ മെല്ലെ ഹോസ്പിറ്റലിൽ പോയി കണ്ട്. അത് ഈ ലേക്ക് ഷോറിലായിരുന്നു. അപ്പൊ അവിടേക്ക് കയറാനൊന്നും അങ്ങനെ പറ്റൊന്നുമില്ലല്ലോ. ഞാൻ കണ്ടു, പോയിട്ട് കണ്ട്. അത് ഞാൻ വ്ളോഗൊക്കെ എടുത്തിന്ന്. പക്ഷെ ഇന്ന് നാളൊക്കെ ആയിട്ട് ഇട്ടുണ്ട്. മിന്നാന്ന് പോയില്ലേ, അല്ല ഇന്നലെ പോയില്ലേ. ഇടുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്വാലിഹത്താക്കിയ ഒരു മുതലാണ് ഇപ്പൊ എന്റെ ഫ്രണ്ടിലിരിക്കുന്നത്. ഉസ്താദുമാർക്ക് പോലും പറ്റാത്ത കാര്യമാണ് ഈ ഒരു ഇന്റർവ്യൂ കൊണ്ട് ചെയ്തത്. അതൊക്കെ പടച്ചോന്റെ ഒരു കുതിർത്ത്. അത് വെറുതെ ആൾക്കാർ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. ഞങ്ങൾ ഇനി തൊട്ട് സ്വാലിഹത്തായ മക്കളാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണത്. അല്ല, അത് കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്ന റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒരുപാട് DMs ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടമാനം ഇന്റർവ്യൂ അതിനു കണ്ടമാനം വന്നിക്കണേ. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞ വെച്ചാല് സ്വാലിഹത്തായ കുട്ടി എല്ലാവർക്കും ഇപ്പൊ കുട്ടീനെ കിട്ടിയോന്ന് അറിയണ്ടേ. ഞാൻ അത് പ്രൈവറ്റ് ആക്കിട്ട് വെച്ചിരുന്നു എന്റെ റിലേഷനൊക്കെ. ഞാൻ അങ്ങനെ തന്നെ വെക്കുക, ഇല്ലേ മാർക്കറ്റ് ഡിമ്മാവും. അതുകൊണ്ട് എന്നിട്ട് അങ്ങനെ കൊറേ മെസ്സേജ് വരും. ഞാന് പക്ഷെ എന്താ പറയാ, ഇല്ല പറയൂ, നോണ പറയൂ, കമ്മിറ്റഡ് ആയിട്ടില്ല പറയൂ. എന്നിട്ട് ഓരായിട്ട് ചാറ്റ് ചെയ്യാറൊക്കെ ഉണ്ടോ? ഇല്ലല്ല, ചാറ്റ് ചെയ്യാറുന്ന കമന്റ് ഇതുവരെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇത് കൊടുക്കും. ആദ്യം ചാറ്റ് ചെയ്തിരുന്ന പോലെ ഒന്നും ചാറ്റ് ചെയ്തില്ല. ഞാൻ കമ്മിറ്റഡ് ആയതിനു ശേഷം ഞാൻ അങ്ങനെ ചാറ്റിംഗ് ഒക്കെ കുറവായിരുന്നു. അപ്പൊ കൊറേ ആൾക്കാർ ജാടയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അല്ല, ലൈക്ക് ഇപ്പൊ കമ്മിറ്റഡ് ആയത് നേരത്തെ കാണുന്നതിന് മുമ്പാ കമ്മിറ്റഡ് ആയേ? ഞാൻ ഒക്കെ ഒറ്റ മൈൻഡ് ആണല്ലോ. അതെനിക്കറിയാം. ഇന്ന് രാവിലെ മെസ്സേജ് വന്ന്, രാവിലെ ഉച്ചക്ക്, രാത്രി ഞാൻ പ്രപ്പോസ് ചെയ്തു. അതല്ലേ കോമഡി. ഞാൻ ഇതുവരെ ഒരു പെണ്ണിനെ നോക്കിയിട്ടില്ല കേട്ടോ. മീൻസ് എന്റെ ലാസ്റ്റ് ബ്രേക്കപ്പിന് ശേഷം ഒരു 6 മാസത്തോളം പിന്നെ വേറെ പെണ്ണിനെ നോക്കിയിട്ടില്ല. സത്യം. കുട്ടിയെ എന്താ ഇഷ്ടമാവാൻ കാരണം എന്താ? കുട്ടി നല്ല ചൊറുക്കാണ്, ബ്യൂട്ടി ഞാൻ ഫസ്റ്റ് കണ്ട്. പിന്നെ ചാറ്റ് ചെയ്തപ്പോ നല്ല സംസാരം, നല്ലൊരു വൈബ് ഉണ്ട്. എന്നെ പോലെയാണോ? എന്നെ പോലെ അല്ല, ഞാൻ നോണ അറിയണ്ടേ. അങ്ങനെ ഞാൻ ബ്യൂട്ടിഫുൾ അല്ലാന്നാ പറയാ. അല്ല, കൊഴപ്പൊന്നുമില്ല, പക്ഷെ ഓളത്രക്കില്ല. എനിക്ക് പോയ നീ എന്റെ ഇന്റർവ്യൂല് വന്നിരുന്നിട്ട് എന്നെ അങ്ങനെ കുറ്റം പറയല്ല, മൂത്തൊക്കെ പറയണ്ടേ. വെറുതെ എന്നെ കാണാൻ കുഴപ്പമൊന്നുമില്ല, കുറച്ച് മേക്കപ്പ് ആണെന്നുള്ളൂ. പൗഡർ തന്നത് ഞാൻ പൗഡർ പൗഡർ ഉണ്ടോന്നാ ചോദിച്ചത്. എന്റെ കയ്യിലുള്ള പൗഡറാണ് ഞാൻ കൊടുത്തത്. എന്റെ പൗഡർ ഇട്ട് ഇവിടെ ഞാൻ പൗഡർ ഇടലില്ല. അല്ല, എന്നിട്ട് പിന്നെ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കുറെ പേര് എന്റെ ഫാൻസ് വന്നിട്ട് എന്നെ കമന്റ് ബോക്സിൽ ആക്രമിക്കുന്നായിരുന്നു. ഞാൻ വേറെ ഏതെങ്കിലും ഇന്റർവ്യൂസിന്റെ കട്ടിടുമ്പോ സൂപ്പർ ഓവേനെ തേച്ചല്ലേ, ഈ ഓനെവിടെ. ഞാനിത് എന്താ ഇവിടെ നടക്കണേ? നമ്മൾ കല്യാണം വരെ ഫിക്സ് ചെയ്തിരിക്കണ ഏതല്ലോ വീഡിയോസ് ഒക്കെ നോക്കുമ്പോ അതൊക്കെ ഒരുപാട് മില്യൻസ് ഒക്കെ കേറിട്ടുണ്ട്. ഈ ഇങ്ങനെ തിരിഞ്ഞു നടക്കണോ, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണോ? എന്താ പറയാ, പഠിച്ചോനെ ഒരു കുതിർത്ത്. എന്താ അല്ല, പഠിച്ചോനൊരു കുതിർത്ത് പറയാ. എല്ലാം ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂല് സ്വാലിഹത്തായ കുട്ടികളാണ്. എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കോളേജിലായാലും നമ്മളെ റാഗിയൊന്നും ആവില്ല, നമ്മളോട് പരിചയപ്പെടാൻ കാരണം ഞാൻ ആകെ പറിച്ചിട്ടേക്കുക. അതങ്ങനെയാണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. ഇവരൊക്കെ ചോദിക്കാൻ പറഞ്ഞു എപ്പോഴെങ്കിലും എന്റെ അടുത്ത് പ്രണയം തോന്നിയിട്ടുണ്ടോ? എനിക്ക് അല്ലാതെ തന്നെ തോന്നിയിട്ടില്ല. എനിക്കും തോന്നിയിട്ടില്ല കേട്ടോ. ക്യാമറമാൻ വെറുതെ അറിയാണേ പറഞ്ഞു. മൂപ്പര് പറഞ്ഞല്ലേ, ഇവര് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കും തോന്നിയിട്ടില്ല. എന്റെ ഇതിത്തെ കുട്ടി കുറച്ചും കൂടി ചൊറുക്കുണ്ട്. ഇല്ല, അങ്ങനെ പറഞ്ഞല്ല. അല്ല, കാര്യത്തില് എന്റെ സങ്കല്പത്തിലെ കുട്ടി എന്നെക്കാളും ഒന്നും കൂടി ഭംഗിയുണ്ട്. എന്റെ ചെക്കൻ എന്നെക്കാട്ടിലും സൂപ്പർ. ആയിക്കോട്ടെ, അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ എന്നോട് ചോദിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു, അല്ല, ഇജിന്നോട് ചോദിച്ചു. ഞാൻ ഇവര് പറഞ്ഞാണ് പറഞ്ഞത്. അല്ലല്ല, ഇജിന്നോട് ചോദിച്ചു സൂപ്പർ വാവക്ക് എപ്പോഴേലും എന്നോട് ഇഷ്ടം ഏറി പറക്കാനുള്ളതാ. ഇത് കട്ട് ചെയ്യണം കേട്ടോ. ആയിക്കോട്ടെ. എന്റെ ഫ്രണ്ട് ശരിയല്ല കേട്ടോ. എന്തേ ഓൻ ഇങ്ങനെ എന്തല്ലോ കാണിക്കണം? ഈ കോഴിയാന്ന് പറഞ്ഞ
എന്നിട്ട് പറയും ബാംഗ്ലൂർ എങ്ങനെ ഉണ്ടായിരുന്നു? ബാംഗ്ലൂർ അടിപൊളിയാണ്. കോളേജിലെ കുട്ടികളൊക്കെയോ? കോളേജില് ഞാൻ ഉള്ളത് പറയാലോ, കോളേജുകാരൊന്നും പറയല്ലേ, ഒരു കുട്ടികളും ഇല്ല, നല്ലൊരു കുട്ടി പോലും ഇല്ല. സത്യം ബാംഗ്ലൂർ പോയിട്ട് നഷ്ടമാണ് പോയത്. ബാംഗ്ലൂർ പോയ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇഷ്ടം കുട്ടിയാണ്ടേ. സ്വാലിഹത്താണെന്നൊന്നും ഇല്ല ഇപ്പോ. അതൊക്കെ പറയുമ്പോ ഇതിന് പറഞ്ഞതുള്ളൂ. ഇപ്പൊ അവസ്ഥയാണ്. എന്താ സ്വാലിഹത്തൊന്നും ഇപ്പൊ കിട്ടല്ല, ഒക്കെ എന്റെ പോലത്തെ ചെങ്ങായിനെ കൊണ്ട്. അങ്ങനെയല്ല, സ്വാലിഹത്തായ കുട്ടികൾ കുറവാപ്പോ, വെറും റീൽ തന്നെ ഉള്ളൂ. ആ റീലിൽ ഇങ്ങനെ സ്വാലിഹത്താവാന്നൊക്കെ പറയൂലേ. ഞാൻ ശരിക്കും സ്വാലിഹത്ത, ഞാൻ ഇതൊന്നും ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാല് വേറെ ലെവലാ. ഈ കാണാത്തോണ്ടാ. ആയിക്കോട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഒരുപാട് പേര് എനിക്ക് അന്ന് മെസ്സേജ് ഇട്ട് ചോദിച്ചു ചെങ്ങായി എങ്ങനെയാണ്, ശരിക്കും ഭയങ്കര തേപ്പുകാരനാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇതിനൊരു മറുപടി ഈ ആയിട്ട് തന്നെ കൊടുത്താളി. ഞാൻ ഐ വാസ് ഇപ്പൊ അല്ല. ഇനി റെഡി ടു മിങ്കിൾ ആണോ? പിന്നെ ഞാൻ എന്താ ആണല്ലേ. അപ്പൊ 2 ദിവസം മുമ്പ് ബ്രേക്കപ്പ് ആയതിന്റെ സങ്കടമൊന്നുമില്ല? ഐശ്വര്യക്ക് കല്യാണം കഴിക്കണ്ടേ, ബ്രേക്കപ്പ് അയച്ചിട്ട്? അല്ല 2 ദിവസം മുമ്പല്ലേ ബ്രേക്കപ്പ് ആയത്? ഐശ്വര്യ എന്താ 2 ദിവസം മുമ്പല്ലേ ഐശ്വര്യ. ഞാൻ പിന്നെ എന്താ വിഷമിച്ച് കരഞ്ഞിരിക്കണോ? ഇല്ല, വേണ്ട വേണ്ട. അതാണ് എന്നോട് ചൂടായതല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു ജീവിനെ ജീവിയല്ല ഇങ്ങനത്തെ ഒരു. ഞാൻ നോക്കൂട്ടോ. എന്നിട്ട് പറയും. ഞാനിപ്പോ എന്തോരം ചോദിച്ചു, ഞാനിപ്പോ അന്ന് കേട്ട കഥ തന്നെയല്ലേ ഇപ്പോഴും പറയാനുള്ളത്. ഈ ചോദിക്കുക, എനിക്ക് എന്റെ എന്നോട് ചോദിക്കാറില്ല, ഞാൻ ആങ്കർ അല്ലല്ലോ. അല്ല, ആങ്കേഴ്സിന് മാത്രമല്ലല്ലോ ചോദിക്കാൻ. ഇപ്പൊ നമ്മളിതൊരു ഇന്റർവ്യൂ അല്ലല്ലോ, നമ്മൾ ഓൾറെഡി മുമ്പ് ചോദിച്ചതാണല്ലോ. എനിക്കൊന്നും ചോദിക്കില്ല. എന്തൊക്കെയുണ്ട് വർത്താനം? എനിക്കൊന്നും ചോദിക്കാറില്ല, പറയാനറിയുള്ളൂ. പക്ഷെ വീഡിയോസിലൊന്നും അങ്ങനെയല്ലല്ലോ. ഞാൻ ആരോടെ പോയി ചോദിക്കല്? വീഡിയോസിൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഇങ്ങനെ പറയല്ലേ, ഒറ്റ ശബ്ദത്തിലാണ്. ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ് സത്യത്തില്. ഞാൻ കംഫർട്ട് സോണിൽ മാത്രമേ ഉള്ളൂ, പിന്നെ വേണ്ടടത്തുള്ളൂ സംസാരിക്കാം. ഇവിടെ ഞാൻ വന്ന് ഉണ്ടായിരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ. അപ്പം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് കണ്ടു, ജിമ്മിലൊക്കെ പോകുന്നതൊക്കെ. ജിമ്മിൽ പോയിട്ട് എങ്ങനെയുണ്ട്? ജിമ്മ് പോയിട്ട് 2 ദിവസം പോയി, പിന്നെ പോയിട്ടില്ല. പിന്നെന്താ, ഏതോ ഒരു വീഡിയോയില് കണ്ടല്ലോ, ഏതോ ആളെ ആരാ കള്ളപ്പന്നി നല്ലത് വരട്ടെ എന്നൊക്കെ പറയണത്. ആ ക്രീം ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അതാണോ ഈ ബ്യൂട്ടിഫുൾ ഫേസിന്റെ രഹസ്യം? എന്ത് ബ്യൂട്ടിഫുൾ? വെറുതെ പറഞ്ഞത്, എന്തെങ്കിലും പറയണ്ടേ? ആയിക്കോട്ടെ, ഇന്നോക്കെ ഞാനും കൂട്ടോ. ഇല്ല അയ്യനെ കൊറേ നോക്കിക്കണേ തിരിച്ചു വരുന്നത്. എന്നാലും അന്ന് മാമന്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കൊറേ ഏറി കയറിയതാണ് എന്റെ മൈൻഡിലുള്ള കുട്ടീനെ പറ്റി പറയാനായിട്ട്. നീ പറഞ്ഞ പെണ്ണായാ മതി പറഞ്ഞു. മര്യാദക്ക് പറയും, പെണ്ണല്ലാണ്ട്. അങ്ങനെ ഞാൻ പറയാണെങ്കിൽ സത്യം പറഞ്ഞ ഫസ്റ്റ് നല്ല വൈബ് വേണം. വൈബ് മൊയന്താവണോ? അങ്ങനെ വൈബ് ആവുമ്പോ മൊയന്താവുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ അത്ര തന്നെ. പിന്നെ ഭംഗി സ്വാഭാവികമായിട്ട് വേണ്ടി വരുമല്ലോ, കുറച്ച് അത് മതി. വേറെ ഒന്നും വേണമെന്നില്ല. അല്ലാതെ ഇന്ന പൊന്നു പോലെ നോക്കണം അങ്ങനത്തെ ഒന്നും. ഇങ്ങനെ സീനിയർ ജൂനിയർ അങ്ങനത്തെ എന്തെങ്കിലും അഫയർ ഉണ്ടായിട്ടുണ്ടോ? ഈ സീനിയറും? ഇല്ല, ഞാൻ ജൂനിയറും എന്റെ ഒരു സീനിയറും. ആണോ? എന്നിട്ട് ഞാൻ 6 പഠിക്കുമ്പോ എന്റെ ഒരു 7 പഠിക്കുന്ന ഒരു കൂട്ടുകാരത്തിന്, അവളിപ്പോ എന്റെ ചങ്ക, പേര് ഞാൻ പറയില്ല. പേരൊന്നും പറയണ്ട, എന്റെ പേര് ഇട്ടിട്ടാണ് ഇപ്പൊ. വേറെ ഞാൻ പറഞ്ഞിക്കണേ, ഞാൻ ഊക്കൂട്ടോ, അല്ലാണ്ട് ഓള് 7ലും ഈ 6ലും. എന്തും പറഞ്ഞ ബ്രേക്കപ്പ് ആക്കിയപ്പോ? അതെന്താ എന്ത് എനിക്ക് പറയാൻ പറ്റൂല. എന്തോ എന്നിട്ട് പിന്നെ പറഞ്ഞെന്താ വെച്ചാ അവൾക്ക് ഇപ്പൊ വേറെ റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൾക്കൊക്കെ അറിയാം. ആണോ? ഓക്കെ. ഇനിയിപ്പൊ വെറുതെ അവരുടെ പൊളിക്കണ്ടല്ലോ. അതെ. എന്നിട്ട് പറയും, ടീച്ചേഴ്സിനോടൊക്കെ ടീച്ചേഴ്സിനോട് തോന്നിയിട്ടുണ്ടോ പ്രേമം? പ്രേമം വൈബല്ല, ഇൻഫാക്ച്വേഷൻ. ഇപ്പൊ നല്ല ഇപ്പൊ എനിക്കിപ്പോ 22 അല്ലേ. ഇപ്പൊ നമ്മൾക്ക് ഞാനൊക്കെ ഇപ്പൊ കോളേജ് പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പം നമ്മുടെ ഏജിലുള്ള ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു, നെറ്റൊക്കെ പാസ്സായിട്ട്. അപ്പൊ അങ്ങനത്തെ ടീച്ചേഴ്സ് ഒന്നും വരില്ല. എനിക്കൊക്കെ തള്ളാരെ വരില്ലേ? തള്ള വൈബല്ലേ? അല്ലൊക്കെ തള്ളാരെ വരില്ലേ ആണോ? പഠിപ്പിക്കാനൊക്കെ
നല്ല ആൾക്കാരൊന്നും വന്നിട്ടില്ല ഇതുവരെ. എന്താ അങ്ങനെ പറഞ്ഞ? പാവം. അപ്പൊ ടീച്ചേഴ്സ്, അപ്പൊ എന്റെ ടീച്ചേഴ്സ് ഒക്കെ അപ്പൊ എന്ത് വിചാരിക്കൂ? ബാവ സത്യം പറയാറുള്ളൂ. അല്ല നമ്മളാർക്കൊരു എന്തായത് ആർക്കൊരു മനസ്സിലായില്ലേ, ആർക്കൊരു സന്തോഷം തോന്നാനായിട്ട് നമ്മൾ നോണം അങ്ങനെ പറയലില്ല. സത്യം പറയാം. എന്നിട്ട് പിന്നെ മറ്റേ ഇത് ചെയ്തിട്ട് വെളുത്തോ? ഏത് ഗ്ലൂട്ടാത്തയാണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നല്ലോണം കറത്തിയിരുന്നു, നല്ലോണം കറത്തിയിരുന്നു ബാംഗ്ലൂര് പോയപ്പോ. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന് അറിയില്ല, ടാൻ അടിച്ചു, നല്ല അടിച്ചിരുന്നു. ഇപ്പൊ ആ ഇഞ്ചക്ഷൻ വെച്ചിട്ട് കുറച്ച് ഭേദമുണ്ട്. ആണോ? ആ ശരി, ഒരു നല്ലൊരു പ്രസാദം ഇങ്ങനെ അടിക്കുന്നുണ്ട് ഉണ്ടല്ലേ? ആ നമുക്ക് വേണ്ടിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പൊ അടുത്തതൊരു ഡ്രോയിങ് സെഗ്മെന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് എന്താന്ന് വെച്ചാല് ബോർഡിൽ നോക്കാൻ പറ്റൂല, ബോർഡിൽ നോക്കാണ്ട് നേരെ നോക്കി വരയ്ക്കണം. അതാണ് സംഭവം. അപ്പൊ പ്രോപ്പർട്ടീസ്, മുമ്പിലുള്ള വസ്തുവിനെയാണ് വരയ്ക്കേണ്ടത്. അപ്പം എന്റെ മുമ്പിൽ ആരാ? ഇതെന്താ വരാത്തത്? ജന്തുവിനെ. അതെ, മുമ്പിലുള്ള ജന്തുവിനെയാണ് വരയ്ക്കേണ്ടത്. പക്ഷെ അതിലേക്ക് നോക്കരുത്, നോക്കാണ്ട് എന്റെ നേരെ നോക്കി വരയ്ക്കണം. ഓക്കെ? 1 2 3 ഗോ. ഫസ്റ്റ് നോക്കാൻ പറ്റൂലേ? എവിടെ തുടങ്ങണ്ട? മോനെ, എനിക്ക് ഇതിലേക്ക് നോക്കാൻ പറ്റൂല. ഈ എന്റെ മുഖത്ത് നോക്കി വേണം വരയ്ക്കാൻ. ഞാൻ എന്റെ മുഖത്ത് നോക്കി വരയ്ക്കൂ. ഓക്കെ? അയ്യോ, നോക്കാൻ പറ്റൂലേ? ഇന്നെ കൊളാക്കിയ മെഹറേ. സൂപ്പർ. ഇതെവിടെ? എന്ത് വൃത്തിയുടെ ചെവിയാ എനിക്ക്? ഓ, അന്റെ പിന്നെ സൂപ്പറാലോ. ശരിയാ, നോക്കാൻ പറ്റൂലേ? എടങ്ങണിട്ട് നോക്കാൻ പറ്റുമോ? പറ്റൂലട്ടാ. എത്തിക്സ് ഞാൻ നല്ല പോലെ വരക്കണേ. ഞാൻ സൂപ്പറായിട്ട് സൂപ്പർ നോക്കാൻ അങ്ങനെ വരികയാണേ, തോന്നണേ. എനിക്കും തോന്നുന്നുണ്ട്. ഒന്നും കൂടി മായ്ച്ചു വരച്ചാലോ? നടക്കൂലട്ടാ, കണ്ടില്ലേ എനിക്ക്? അങ്ങോട്ട് നോക്കാൻ പോവാണേ, ഇത് അങ്ങോട്ട് നോക്കാൻ തോന്നാണേ. എന്ത് വല്ലാടി എന്റെ എന്ത് വൃത്തികെട്ട ചിരിയാ. എന്താ മൂക്കതൊക്കെ അയൽക്കണറോ? ഇത് ഞാൻ ആകെ കൊളായിക്കൊണ്ടോ? ഞാൻ വാണിച്ചിട്ടല്ല, കൊരങ്ങനെ ഞാൻ വരച്ചു കഴിഞ്ഞു. അതോ കറക്റ്റാ. ഇതെന്തത് കൊരങ്ങ? ഇത് വാണിച്ചിട്ട് അടിയാ. ഇത് ഞാൻ സീരിയസ് ആയിട്ട് വരച്ചാ. ഞാനും വരച്ചത്. അന്നതാ മറ്റേ ഞാറ് തട്ട പോലത്തെ മുടി, മറ്റേ എന്തൊരു ആനയുടെ പോലത്തെ ചെവി. പിന്നെ ഇതെന്താ കണ്ണ് എനിക്ക് ഉള്ളതായിട്ട് തോന്നണില്ല. ഈ കണ്ണ് വലുതാ, ഈ കണ്ണ് ചെറുതുവോ? അങ്ങനെയാണോ? ആ, ഈ കണ്ണ് വലുതും ഈ കണ്ണ് ചെറുതുവാ. പിന്നെ മൂക്കെന്ത് ചാമ്പക്ക. എന്റെ കോയൽക്കിണർ, 2 കോയൽക്കിണർ മതി മോളെ. അപ്പം ക്രൂ ആറ് ഇതാ സൂപ്പർ. എന്താ ഇർഷാദാണ് ഇവിടെ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒരാള്. ഇർഷാദ് പറയും ഇതിനകത്ത് ആര് വരച്ചത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്? എന്നാലും ഒരെണ്ണം പറഞ്ഞാൽ മതി. ബിരിയാണി. ഇർഷാദ് പൗഡർ. അതല്ലല്ലോ ഇർഷാദ് അങ്ങനെ പറയുള്ളൂ. ഇർഷാദാണ് ചിലപ്പോ എന്നെ പറഞ്ഞത്. ഞാൻ സത്യസന്ധമായിട്ട് വരച്ചാണ് കാര്യത്തില്. ഞാൻ മെഹറിനെ കൊളാക്കി വരച്ചല്ല, പക്ഷെ ഓൾ ഇന്നെ കൊളാക്കി വരച്ചു. ആംഗ്രി ബേർഡ്സിലും മറ്റേ ഇങ്ങനെയൊന്നും ഇരിക്കണേ. ആംഗ്രി ബേർഡ്സിലെ കിളീനെ എന്റെ ഫാൻസാര് കേട്ടാ മോനെ എന്നെ പങ്ങിക്കിടും. കേട്ടല്ല, അനക്ക് മാത്രല്ല സൂപ്പർ മാവ ഫാൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് എനിക്കും ഫാൻസ് ഒക്കെ ഉണ്ട്. ഇതെന്താ ഇങ്ങനെയൊന്നല്ല, എന്റെ നല്ല സ്ട്രെയിറ്റ് ഹെയറാ. എന്റെ നല്ല സ്ട്രെയിറ്റ് ഹെയർ. മോനെ മ്യൂച്വൽ ധാരണ പോവാം. അതെവിടെയും വെച്ചോ, എനിക്കെന്തിനാ അവിടെ കൊടുത്തോ. എനിക്ക് എങ്ങനെ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ പണ്ടങ്ങനെ വലിയ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. പിന്നെ ആ ഇന്റർവ്യൂ എനിക്ക് പണ്ടൊന്നും എനിക്കങ്ങനെ സൂപ്പർ വാവ ആരാന്നൊന്നും എനിക്കങ്ങനെ അറിയൂലായിരുന്നു. പിന്നെ ഇപ്പം രണ്ടാമതൊരു അവസരം കിട്ടി, ലൈക്ക് പിന്നെയും വാവേനെ കാണാൻ, വാവേന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ. എന്താ വിറയ്ക്കുന്നേ? പൂച്ചേനെ കൊണ്ട്. പിന്നെ എന്റെ ആ ഒരു എന്നെ വരച്ച ആ ഒരു ചിത്രം കൂടെ കണ്ടപ്പം വീണ് അലിഞ്ഞു പോയി. ഇപ്പൊ എന്താ പറയാ,
ഞാൻ ഇപ്പൊ ഇങ്ങനെ ചിരിച്ചിങ്ങനെ പറയുന്നൊന്നും കേണ്ട. എനിക്ക് വാവേനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്റെ വാവേനെ കാണുമ്പോ എനിക്ക് സത്യമായിട്ട് എന്റെ അനിയനെ പോലെ എനിക്ക് തോന്നണേ. എനിക്ക് എന്റെ വല്യമാനി അപ്പൊ അനിയനെ പോലെ സൂപ്പർ. എന്റെ അനിയനെ കണ്ടിട്ടുണ്ടാ? എന്റെ അനിയനെ മോനെ അന്നെ പോലെ ഒന്നും ഇല്ലട്ടോ. എന്റെ അനിയനെ കാണാൻ ചെക്കന്മാര് ക്യൂ ചെക്കന്മാരോ പെണ്ണുങ്ങള് ക്യൂ എനക്ക് എന്റെ അനിയനാക്കി പറഞ്ഞിട്ട്. അതിന്റെ അടുത്ത് നമ്മള് ചക്കം പക്കം ഗെയിമിലോട്ടാണ് പോകുന്നത്. ഹാപ്പി അല്ലേ? പിന്നെ എവിടെ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. അതന്നെ എനിക്ക് അതന്നെ എന്റെ അടുത്ത് പറയാനുള്ളത്. ഗൈസ്, വാവ പറഞ്ഞു വാവയ്ക്ക് അടുത്ത ഗെയിമിലോട്ട് പോണതിന് മുമ്പ് വാവയ്ക്ക് എന്തോ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഗൈസ് സത്യം പറഞ്ഞ നമ്മളെ ഗൈസ് സത്യം പറഞ്ഞ കാണാൻ വല്യമാന്റെ പോലെ ഒന്നുമില്ല. എന്റെ ചെറിയൊരു അമ്മായി ഉണ്ട്, ചെറുകോടിലൊരു അമ്മായി ഉണ്ട്. എന്നെ കാണാൻ ആരാന്നറിയോ? ഇജ് പറയൂ ഇജ് എങ്ങനെ പറയൂ? കാരണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞേ, എന്റെ അനിയനെ പോലെ ഉണ്ടെന്നാ പറഞ്ഞേ. എന്റെ അനിയൻ തങ്കമാണോ അറിയോ? തങ്കം അതെനിക്ക് എന്റെ അനിയനെ കണ്ടിക്കണാ ടോപ്പാ. നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോവാം. വാട്ട്സ് ഇൻ യുവർ ഫോൺ സെഗ്മെന്റ്. വാട്ട്സ് ഇൻ യുവർ ഫോൺ. ഹാപ്പി ഫോൺ എവിടെ? വാവിന്റെ ഫോൺ എവിടെ? എന്റെ അടുത്തല്ലേ? ഞാൻ പെട്ടു. ഡിലീറ്റ് ഒന്നും ആക്കാൻ പറ്റൂല കേട്ടോ. വാവ സത്യസന്ധനാന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, ലാസ്റ്റ് ഫോട്ടോ ഇൻ യുവർ ഗാലറി. ലാസ്റ്റ് ഫോട്ടോ ഇതിപ്പോ എടുത്ത വീഡിയോസാ? ഫോട്ടോ ഫോട്ടോ അതിന്റെ മാമന്റെ അല്ല കാക്കാന്റെ കുട്ടിന്റെ ഫോട്ടോ ആണ്. ഇത് 2 ആഴ്ച മുമ്പ് എടുത്ത ഫോട്ടോ അല്ല? അല്ല, ഇന്ന് രാവിലെ എടുത്താ വരുമ്പോ. ബാക്കിയൊക്കെ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാം. ഓക്കെ, ലാസ്റ്റ് മെസ്സേജ് റിസീവ്ഡ് ഇൻ ഇൻസ്റ്റ. ഏതില്? ഇന്റെ പേജിലോ? സൂപ്പർ വാവയിലോ? സൂപ്പർ വാവ. സൂപ്പർ അന്റെ മെസ്സേജ്. എന്റെ മെസ്സേജാ? ഞാനല്ലട്ടോ. ഇതാ സെറ്റ്. അയ്യോ, അത് എടുക്കൊന്നും വേണ്ട, അത് വെച്ചോ. എന്തിനാ വെറുതെ കാണിക്കണേ? അല്ല, എന്റെ താഴെയുള്ള മെസ്സേജ്. എന്റെ താഴെയുള്ള ഒരു മനുഷ്യനാണ് എന്തോ. ഓക്കെ. ലാസ്റ്റ് ഫോൺ കോൾ. അത് ഇങ്ങോട്ട് വന്നതാ, എടുത്തിട്ടില്ല. ഷിബിലി ഫ്രണ്ടാ? ഷിബിലി അല്ല, മറ്റേ ഇൻസ്റ്റഗ്രാമിലൊക്കെ അല്ലേ ഒരു ഇൻഫ്ലുവൻസർ ചെയ്യാത്ത കുട്ടി. ഷിബിലി മണ്ണാർക്കാടല്ലേ? ഓക്കെ, ലാസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ്. ഏതില്? ടെക്സ്റ്റ് മെസ്സേജ് ഫോണിൽ വരുന്ന ടെക്സ്റ്റ് മെസ്സേജ് ആണോ? വാട്സാപ്പിലോ? വാട്സാപ്പിലല്ല, നോർമൽ ടെക്സ്റ്റ് മെസ്സേജ്. ഇതില് ഞാൻ മെസ്സേജ് അയക്കില്ല. അല്ല, എനിക്ക് ഫെഡറൽ ബാങ്കിന്റെ. ഓക്കെ, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇൻ ഇൻസ്റ്റ. ആസിഫ് ഒമർ ചേഞ്ചസ് ഉണ്ടോ പറഞ്ഞിട്ട്. ഓക്കെ, ലാസ്റ്റ് DM റിക്വസ്റ്റ് ഇൻ ഇൻസ്റ്റ. ലാസ്റ്റ് DM റിക്വസ്റ്റ്, മെസ്സേജ് റിക്വസ്റ്റ്. അത് ലോഡ് ആവട്ടോ, ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. ലോഡ് ആണല്ലോ താത്ത. താത്താന്നൊക്കെ വിളിക്കണേ? തോന്നണ്ടേ? അയ്യോ, എന്റെ മോളാവുള്ള പ്രായമുള്ളൂ എന്നിട്ടാ പറയണേ. ഇത് വരുന്നില്ല, റിക്വസ്റ്റ് വരുന്നില്ല. ഓക്കെ, അയ്യോ. ലാസ്റ്റ് വാട്സ്ആപ്പ് കോളോ? ഇനാസ് പറഞ്ഞ ബാംഗ്ലൂരിലത്തെ ഒരു ഫ്രണ്ടാ. ഓക്കെ, ഫസ്റ്റ് ലവ് സ്റ്റോറി. മൈ ഫസ്റ്റ് ലവ് സ്റ്റോറി. വളഞ്ഞതോ അതോ ചീറ്റി പോയതോ? എന്തും പറഞ്ഞു. ഫസ്റ്റ് ലവ് സ്റ്റോറി എന്ന് പറയുമ്പോ ഫസ്റ്റ് ലൈൻ ആരാ? ഇങ്ങനെ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞോട്ടാ. കണ്ടു, മിണ്ടി. ഫസ്റ്റത്തെ ചീറ്റി പോയി. അവളിപ്പോ കല്യാണം ഇപ്പൊ കുട്ടിയേക്കണ്. ആണോ? 1ാം ക്ലാസ്സിലെ. അത് അപ്പൊ എത്രാം ക്ലാസ്സിൽ ശരിക്കും പരിപാടി തുടങ്ങിയേ? ഇഷ്ടം തോന്നാ എന്താ? ഇഷ്ടം തോന്നല്ലോ, ലവ് ആവുമല്ലോ. എന്നാലും പറയാ, എങ്ങനെയാ കുട്ടീനെ ഇഷ്ടായേ? കണ്ടിട്ട്. പിന്നെ ഏതുവിനെ ഇറക്കി വിടാൻ പറ്റൂ? അല്ല വേറെ മോളെ മുത്തേ പറ. അല്ല, ഞാൻ കാര്യം പറഞ്ഞ കണ്ടിട്ട് തന്നെ ഇഷ്ടാവാ. മീൻസ് ഞാൻ ലുക്കല്ലേ നോക്ക. അതല്ല ഇപ്പൊ എന്നൊന്നും ഇഷ്ടാവത്ത്. ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ.
വലിയ ടോപ്പാ വന്നിക്കാണ്. ഗൈസ് ഇവൾക്ക് ഇവിടെ കുറ്റം പറയാൻ ഇഷ്ടമാവണില്ല. Guys, ഓൾക്ക് ഇന്നെ കുറ്റം പറയാ. എനിക്ക് ഇവരെ തീരെ ഇഷ്ടല്ല. എനിക്കില്ല. എന്നിട്ട് ലവ് സ്റ്റോറി കഴിഞ്ഞോ? ഫോൺ കൊടുക്കട്ടെ. പറയ്, ലവ് സ്റ്റോറി കഴിഞ്ഞോ? ലവ് സ്റ്റോറി എന്താ അത്രയുള്ള അത് ചീറ്റ് പോയി. ഇനി ഫേവറേറ്റ്സ് ഓഫ് സൂപ്പർ വാവ എന്നുള്ള സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫേവറേറ്റ് ഫുഡ് ഞണ്ട് റോസ്റ്റ്. ഓക്കെ, ഫേവറേറ്റ് ഫുഡ് ഞണ്ട് റോസ്റ്റ്. ഓക്കെ, ഫേവറേറ്റ് കളർ ബ്ലാക്ക്. ഓക്കെ, ഫേവറേറ്റ് ആക്ടർ മമ്മൂട്ടി. എന്താ ലാലേട്ടൻ ഇഷ്ടം? എല്ലാരും ചോദിച്ചാ മമ്മൂട്ടി എന്നല്ലേ പറയാ. അല്ല, ചിലര് ലാലേട്ടൻ എന്ന് പറയും. ഞാൻ ഇന്നോടല്ലേ ചോദിച്ചു, അപ്പൊ ഞാനല്ലേ പറയണ്ട്. എന്നാ എനിക്ക് ലാലേട്ടനെ പറഞ്ഞ അത് പറഞ്ഞാ പോരെ. എനിക്ക് മമ്മൂക്കനെ ഇഷ്ടം. പിന്നെന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ ചോദിച്ചതാ എന്താ ഇപ്പൊ മമ്മൂക്കാന്ന് മാത്രം പറഞ്ഞത്. ലാലേട്ടനെ ഇഷ്ടല്ലായില്ലോ ഗൈസ്. ലാലേട്ടൻ ഫാൻസ് ഇവനെ കേട്ടണോട്ടെ. എന്റെ അന്ത്യാഭിലാഷാണത്. ഓക്കെ, ഫേവറേറ്റ് ടൂറിസ്റ്റ് ലൊക്കേഷൻ ഊട്ടി. കൊടൈക്കനാലല്ലേ അന്ന് പറഞ്ഞത്? കൊടൈക്കനാൽ പോയിച്ചിട്ട് അവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഊട്ടി തന്നെ പറഞ്ഞേ. ഹലോ, ഞാൻ ഊട്ടി തന്നെ പറഞ്ഞു. ഓക്കെ, പേടിയാണ്ടോ? പിന്നെ എങ്ങനെ ഞാൻ ഓളെ കുറ്റം പറയാതിരിക്കുക? ഗൈസുകൾ പറയും ഇന്നെ നത്തോലി എന്നൊക്കെ വിളിക്കണേ. അത് ഇന്നെ കണ്ടിട്ട് വല്യമ്മയൊക്കെ പറയണേ മോനെ. ഓക്കെ, ഫേവറേറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഇൻഫ്ലുവൻസറോ? സറാ ജലീൽ. വേറെ കാര്യം പറയണ്ട് ഗൈസ്, ഇന്നെ സറാ ജലീൽ ഫോളോക്കി. വെൽക്കം. ഓക്കെ, ഫേവറേറ്റ് ഡാൻസർ. ഡാൻസറോ? ഞാൻ ഡാൻസ് കാണലില്ല. ഞാൻ ഇന്നലെ ഒരു ഡാൻസ് അയച്ചെന്നില്ലേ പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട്? ഞങ്ങളുടെ ഒരു റീൽസ് ഉണ്ട്, ഞാൻ ഭാവയ്ക്ക് ഒരു ഡാൻസ് അയച്ചു കൊടുത്തിട്ടുണ്ട് പഠിച്ചു വരാൻ പറഞ്ഞിട്ട്. പറയും എന്നിട്ട്. ഞാന് ഡാൻസ് എന്താ പറഞ്ഞു? ഫേവറേറ്റ് ഡാൻസർ. ഫേവറേറ്റ് ഡാൻസർമാരൊന്നും അറിയില്ല. അറിയൂല? ലക്ഷ്മി ചേച്ചിനെ അറിയില്ല? ലക്ഷ്മി ഗോപാലസ്വാമി ചേച്ചിനെ അറിയോ? ഹിപ് ഹോപ്പ് ആദി. മൈക്കിൾ ജാക്സൺ അറിയാം, പക്ഷെ അവന്റെ ഡാൻസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്താണോ കണ്ടിരിക്കണത്? എല്ലാരും ഡാൻസിന്റെ കാര്യം പറയുമ്പോ ആരാ മൈക്കിൾ ജാക്സനെ അറിയൂലേ? അങ്ങനെ പറയാം. ഇനി അടുത്തത് ഒരു പണിഷ്മെന്റ് ആണ്, ദിസ് ഓർ ദാറ്റ് സെഗ്മെന്റ്. ഓക്കെ, പെട്ടെന്ന് പറയണേ, മണി 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 പോലെ പറയണം. ഓക്കെ, ഷർട്ടോ ടീഷർട്ട്? ഷർട്ട്. ടിവി ഓർ മൊബൈൽ ഫോൺ? മൊബൈൽ. ഐപാഡ് ഓർ ലാപ്ടോപ്പ്? രണ്ടും ഞാൻ ഉപയോഗിക്കില്ല, എന്നാലും എന്ത് ലാപ്ടോപ്പ്. മോഡേൺ ഗേൾ ഓർ വില്ലേജ് ഗേൾ? ആര്? മോഡേൺ ഗേൾ ഓർ വില്ലേജ് ഗേൾ? മോഡേൺ ഗേൾ. കളിയാക്കല്ലേ മോഡേൺ ഗേൾ. സ്വാലിഹത്തായ കുട്ടിയാണ്, പക്ഷെ എന്താ വില്ലേജിൽ മാത്രമേ സ്വാലിഹത്തായ കുട്ടി ഉണ്ടാവുക? അല്ല, സിറ്റിയിലും ഉണ്ടാവും. സിറ്റിയിലും ഉണ്ടാവും സ്വാലിഹത്തായ. ഓക്കെ, മ്യൂസിക് ഓർ ഡാൻസ്? മ്യൂസിക്. അന്ന് രണ്ടുപേരും പാടാൻ മാത്രം പറയല്ലേ? എനിക്ക് വയ്ക്കൂല, എനിക്ക് വയ്ക്കൂല സത്യം. ഈ ഇടയ്ക്ക് പാടണേ ഞാൻ കേട്ടിക്കണല്ലോ. എവിടുന്ന്? എവിടെന്നോ? നോണങ്ങട്ട് പറയണേ. ഓക്കെ ഓക്കെ, ഇന്നത്തെ അടുത്ത നമ്മളൊരു ചെറിയൊരു ടാസ്ക് ആണ്. ഇന്ന് അവിടെ നിന്ന് വന്നത് തൊട്ട് ഇവിടെ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കണില്ലേ, അത് വരെ ഒരു വ്ളോഗായിട്ട് പറയണം. ഞാൻ വേണ്ടി തുടങ്ങി തരാം. ഹലോ മൈ ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ പേരേന്ന് പോയി ഞങ്ങൾ വെള്ളം കുടിച്ചാൽ നിർത്തി നിങ്ങൾ ഇവിടെ വന്നു, എറണാകുളം വന്നിട്ട് 4 മണിക്ക് ഇരുന്നാണ് ഇവിടെ. ഇപ്പൊ സമയം 8 മണി ആയിക്കിട്. 8 മണി വരെ ഇവിടെ പോസ്റ്റ് തന്നു. എന്നിട്ട് ഇപ്പൊ ഞാൻ മെഹറിന്റെ ഒപ്പം ചലിച്ചുകൊണ്ടിരിക്കണു. മെഹർ ഇന്നെ കുറെ കളിയാക്കുന്നുണ്ട്, ഞാൻ ഓൾക്ക് അയക്കും വലുത് കൊടുക്കുന്നു എനിക്ക് പ്രതീക്ഷ ഉണ്ട്. അപ്പൊ ഗൈസ്, ബാക്കി നാളെ. ഗൈസ്, അതെന്താ പറ്റിയെന്ന് വെച്ചാല് വേറൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവനെ പോസ്റ്റ് ആക്കേണ്ടി വന്നത്. ഐ ഹോപ്പ് വിൽ അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായി. അപ്പം ഒരുപാട് നന്ദി വീണ്ടും വന്നതിന്. നന്ദിയാണോ അതോ ഞാൻ പറയണ്ട്? നന്ദി തന്നെയല്ലേ പറഞ്ഞത്, അതോ പന്നി തന്നെയല്ലോ? അല്ല, നന്ദി തന്നെ പറഞ്ഞത്. അപ്പൊ നന്ദി തന്നെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്കാണെങ്കിൽ എന്താ പറയാ, ഇനിയും ഒരുപാട് ഇന്റർവ്യൂസ് എടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ആമീൻ. ആമീൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആയിക്കോട്ടെ.